മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ BP മോണിറ്റർ മെഷീനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ വീടുകളിൽ BP രോഗികളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരെണ്ണം വാങ്ങാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. 1200 രൂപയ്ക്കാണ് ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു മെഷീന്. ഈ ഒരു കമ്പനിയുടെയാണ് വാങ്ങിയത്. അക്ഷശ്വർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. എന്തായാലും ഇത് നല്ല ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതിലിപ്പോൾ MRP 1540 ആണ്. നമുക്കത് ഒരു 1200 രൂപയ്ക്ക് നമുക്ക് അത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ പിന്നെ നമുക്ക് അറിയേണ്ടല്ല, എല്ലാം ഓട്ടോമാറ്റിക്കാണ് കാര്യങ്ങൾ. ഇതിൻ്റെ കൂടെ ഒരു ബാറ്ററി വരുന്നുണ്ട്. 4 ബാറ്ററിയാണ്. 1.5 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മോണിറ്റർ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് 5 വോൾട്ടിൻ്റെ DC കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ഇല്ലാണ്ടും വർക്കാവുന്നതായിരിക്കും. ഓക്കെ, DC 5 വോൾട്ട് കൊടുത്താൽ മതി. നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ചാൽ മതി. ഇവിടെ നമുക്ക് അതിൻ്റെ ആം കപ്പ് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഓണും ഓഫും മെമ്മറി വരുന്നത്. ഇവിടെ ഒരു ഗ്രീന് യെല്ലോ ഒക്കെ കാണുന്നതാണ് നമുക്ക് ഏത് സ്റ്റേജിലാണ് ഉള്ളതെന്ന് അറിയാനാണ് BP. ഇതാണിപ്പോൾ ആം കപ്പ് വരുന്നതാണ്. നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് വരുന്നത്. നല്ല മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് വെക്കേണ്ടുള്ള രീതി കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് നമുക്കതിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. കറക്റ്റ് ഇവിടെ നോക്കിയാൽ ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ബാറ്ററി ഇതിൽ നമുക്ക് ഇടാവുന്നതാണ്. ഓക്കെ, കണ്ടോ, 1.5 വോൾട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ബാറ്ററി വാങ്ങിയിട്ട് നമുക്ക് ഇതിൻ്റെ ചാർജ് വരുമ്പോൾ വേറെ വാങ്ങിയിടാവുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മുടെ ക്ലോക്കിലിടുന്ന അതേ രീതിയിൽ തന്നെയാണ്. പ്ലസ് മൈനസ് നോക്കി നമ്മളിതിലേക്ക് ബാറ്ററി ഇട്ട് കൊടുക്കുക. പ്ലസ് മൈനസ് നോക്കിയിട്ടേ ഇടാവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇടുക. എന്തായാലും നമ്മുടെ വീടുകളിൽ ഇത് കൂട്ടൊരു മെഷീനൊക്കെ ആവശ്യമാണ്. ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാവരും തന്നെ BP ഉള്ളവരൊക്കെയാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ വീട്ടിൽ തന്നെ സൗകര്യമാണെങ്കിൽ അതായിരിക്കും എളുപ്പം. അങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു കാറ്റലോഗ് ഇതിൽ വരുന്നുണ്ട്. ആ കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അക്ഷശ്വറിൻ്റെ നല്ല അതാണ്. വാറണ്ടി കാർഡ് നമുക്ക് ഇത് ഞാനിപ്പോൾ ഓൺലൈൻ വഴിയാണ് വാങ്ങിയത്. അത് നമുക്ക് ഓൺലൈൻ വഴി തന്നെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വാറണ്ടി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കിതെങ്ങനെയാണ് നമ്മളിത് നോക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആം കപ്പ് നമ്മൾ നേരെ കയ്യിലൂടെ കയറ്റിയ ശേഷം ഓക്കെ അതിൻ്റെ കൂടെ കൈയിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ആരോ കാണാമല്ലോ, ഉണ്ടോ, ഇവിടെ ഒരു ആരോ കാണാമുണ്ടോ? ആ ആരോ ഇവിടെ കണ്ടില്ലേ? ആ ആരോ കറക്റ്റ് നമ്മുടെ കൈയിൻ്റെ സെൻറ്ററിലേക്ക് വരണം. കറക്റ്റ് മുട്ടിൻ്റെ ആ സെൻറ്ററിലേക്ക് വന്നിട്ട് ശേഷമാണ് ഇത് ടൈറ്റ് ആക്കേണ്ടത്. ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്നിട്ട് മീഡിയം ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മീഡിയം ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് ഓണാക്കി കൊടുക്കാം. ഓക്കെ, കണ്ടോ, ഗ്രീന് യെല്ലോ റെഡ് ആണ്. അതാണ് നമ്മുടെ അതിൽ തെളിയുന്നതനുസരിച്ചായിരിക്കും. നമ്മുടെ പ്രഷർ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അവിടേക്ക് ആ മാർക്കിങ് പോകുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഞെക്കി ഓണാക്കിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. അപ്പം നമ്മുടെ ഇവിടെ നല്ലപോലെ ടൈറ്റായി വരുന്നുണ്ട്. നോക്കുക, അത്യാവശ്യമൊക്കെ BP ഉണ്ട്. അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, മൈനസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടോപ്പിൽ വരുന്നത് 144, താഴെ 99, നമ്മുടെ പൾസ് വരുന്നത് 80ആണ്.
അപ്പം ഇതിൻ്റെ നോർമൽ റേഞ്ച് മുകളിലുള്ളത് 120, താഴെ വരുന്നത് 80, ഏറ്റവും താഴെ 72 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് BP-യിലെ ചെറിയ വേരിയേഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെഷീൻ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഉപകാരമായിരിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു.